തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് കർത്താവിനെ വീണ്ടും ആരാധിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ദൈവത്തിന് മാത്രമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ആ ദൈവത്തെ ഈ രാത്രിയിൽ മനം തുറന്ന് നാം മഹത്വപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷയിൽ നമ്മളെ സഹായിക്കുന്നത് ശാലോം പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിലെ ലീഡേഴ്സിൽ ഒരാളായ ശ്രീ ബാബു നിരപ്പേലാണ്. ആ സഹോദരനോട് ചേർന്നുകൊണ്ട് തുടർന്നുള്ള സമയങ്ങളിൽ നാം ദൈവത്തെ ആരാധിക്കാം. ലോകമെമ്പാടും ശാലോം നൈറ്റ് വ്യൂവിനോട് ചേർന്ന് പ്രാർത്ഥനയിലായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. 95-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ചവൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. ഈ രാത്രിയിൽ ലോകത്തെ നിങ്ങൾ എവിടെയായിരുന്നാലും ഈ ആരാധനയിലേക്ക് കടന്നു വരുമെങ്കിൽ ദൈവത്തിൻ്റെ അനന്തമായ സാന്നിധ്യവും ശക്തിയും നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും തന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ നല്ല ദൈവം ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ ചരിത്രത്തിൽ നിയമത്തിലെ മോശ പ്രവാചകനോട് പുറപ്പാടിൻ്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ യഹോവ ഇപ്രകാരം പറയുകയാണ്: ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായിട്ടാണ് പ്രത്യക്ഷനായിരിക്കുന്നത്. അവരുടെ മുമ്പിൽ സർവശക്തനാണ്. പ്രിയപ്പെട്ടവരെ, അതേ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുന്ന അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം തന്ന് നമ്മെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നു. വിശ്വസിച്ച് ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി കേട്ട് അവരുടെ മുമ്പിൽ അടഞ്ഞ വഴികളെല്ലാം തുറന്നവൻ അവൻ സർവശക്തൻ അത്രേ. അവൻ ആരാധനയ്ക്ക് യോഗ്യനത്രേ. ആരാധനയ്ക്ക് യോഗ്യനായവൻ ഒരുവൻ മാത്രം, അവൻ്റെ നാമമത്രേ കർത്താവായ യേശു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ ഇപ്രകാരം പറയുന്നു. 125-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലനായി നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പർവ്വതങ്ങൾ ജെറൂസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യും. ഈ രാത്രിയിൽ നീ കർത്താവിൽ ആശ്രയിച്ചാൽ, ശരണപ്പെട്ടാൽ, ആശ്രയം കണ്ടെത്തിയാൽ, പർവ്വതങ്ങൾ ജെറൂസലേം നഗരത്തെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ വ്യക്തി ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ ഒരനുഗ്രഹമായി, അഭിഷേകമായി ഈ രാത്രി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമെന്ന് വചനം നമ്മോട് സാക്ഷിക്കുന്നു. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം പറയാണ്: കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് ഉപേക്ഷിക്കപ്പെട്ടത്? പ്രിയ ദൈവജനമേ, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചാൽ കർത്താവ് നിൻ്റെ പ്രശ്നങ്ങൾക്ക് മതിയായവനാണെന്നുള്ള തിരിച്ചറിവ്, ബോധ്യം, വിടുതൽ ഈ രാത്രിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ സ്വർഗത്തിലെ ദൈവം തരാൻ തിരുമനസ്സായിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ സൗഖ്യമുണ്ട്, ആരാധനയിൽ ശാപബന്ധനം കഴിയും, ആരാധനയിൽ അത്ഭുതകരമായ ദൈവിക അഭിഷേകം നമ്മുടെ മേൽ സ്വർഗം പകരപ്പെടും. ഈ രാത്രി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും കുടുംബമായി, വ്യക്തിപരമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രി നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. കാക്കയിലൂടെ പ്രവാചകനെ തീറ്റിപ്പോറ്റിയ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ അടഞ്ഞ വഴികളെല്ലാം
മാറ്റി പുതിയ വഴികളെ തുറന്നു തരുന്നവൻ ഈ രാത്രി നമ്മുടെ കുടുംബത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. രണ്ട് കരവും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തുക. ആയിരിക്കുന്ന അവസ്ഥയിൽ അവനെ വിളിക്കുക. ഒന്ന് സ്വതന്ത്രമായി ഒന്ന് സ്തുതിക്കാമോ? വായി തുറന്ന്, അതരം തുറന്ന് ഹല്ലേലൂയ ശക്തമായി വിളിച്ചുകൊള്ളുക. യേശുവിനെ വിളിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 യേശുവേ ആരാധന, 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 ആരാധന. വായി തുറന്ന്, അതരം തുറന്ന് സ്വരമുയർത്തി യേശുവെ ഒന്ന് വിളിക്കുക. യേശുവിനെ ഒന്ന് വിളിക്കുക. നമുക്ക് അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു. ആരാധന, 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 ആരാധന. ചേർന്ന് നമുക്ക് ആരാധിക്കാം. കരമൊന്നടിച്ച് പരസ്പരം ഒന്നും ഇടതും വലതും തിരിഞ്ഞ് നോക്കി ഒന്ന് സന്തോഷിച്ച് പോരാ. കരമൊന്ന് ഉയർത്തിയടിക്കാമോ? കരമൊന്ന് ഉയർത്തിയടിക്കാമോ? ഒന്ന് സന്തോഷിച്ച് ആനന്ദിച്ച് കരം താഴ്ത്തി എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. കരമുയർത്തിയടിക്കും, കരമുയർത്തിയടിക്കും. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, കരമുയർത്തിയടിക്കുന്നു. സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കരമൊന്ന് ഉയർത്തിയടിച്ച് രണ്ട് കാലുകളും മാറ്റി ചവിട്ടി ആനന്ദിച്ച് ആനന്ദിച്ച് കരമുയർത്തിയടിക്കാമോ? കരമുയർത്തിയടിക്കാമോ? അയച്ചാഹാരം തരും, ഉറപ്പ്. ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും, യേശു മതിയായവൻ. ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും, യേശു മതിയായവൻ. യേശു മതിയായവൻ. കരമുയർത്തിയടിക്കുന്നു. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കരമൊന്ന് ഉയർത്തിയടിച്ച്, കരമൊന്ന് ഉയർത്തിയടിച്ച് ഒന്ന് റൗണ്ട് ചെയ്യാമോ? ഒന്ന് റൗണ്ട് ചെയ്യാമോ? സന്തോഷിച്ച് ആനന്ദിച്ച് കാലുകളൊന്ന് മാറ്റി ചവിട്ടിക്ക്. കാലുകളൊന്ന് മാറ്റി ചവിട്ടിക്ക് ദയവായി. രണ്ട് സൈഡിൽ നിൽക്കുന്ന മനുഷ്യരൊന്ന് ശ്രദ്ധിച്ച് പുതിയ വഴികൾ തുറക്കുന്ന ദൈവം, അത്ഭുതവാനായ ദൈവം. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, പുതിയ വഴി
യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ഹല്ലേലൂയ. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ. കരങ്ങൾ വീശി ആരാധിക്കുക. മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ഇതാ അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്, അവൻ നമ്മുടെ ഇടയിലുണ്ട്, അവൻ നമ്മുടെ കുടുംബങ്ങളിൽ ഇതാ കടന്നു വരുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. രണ്ട് കരങ്ങളെയും ഉയർത്തി, രണ്ട് കരങ്ങളെയും ഉയർത്തി യേശുവിനെ വാഴ്ത്തുക, യേശുവിനെ ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലജ്ജതോടാതെ വിളിക്കുക, ലജ്ജതോടാതെ വിളിക്കുക. എന്റെ യേശുവേ എന്ന് വിളിക്കുക. വായ് തുറന്ന് നെഞ്ചു പൊട്ടി നിന്നെ വിളിക്കുക. യേശുവേ. ആരാധന, 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 ആരാധന. ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവകൃപ നിറയുന്നു, രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നു, കിടപ്പ് രോഗികൾ എഴുന്നേൽക്കുന്നു, തളർന്നവർ ബലം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല, 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 ഹല. യേശുവേ എന്ന് വിളിച്ചേ, യേശുവേ. ഭാ, ഭാ. നിന്റെ ജനത്തെ വിടുവിക്കണമേ, നിന്റെ ജനത്തെ സന്ദർശിക്കണമേ. Glory, 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 glory. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇതാ അവൻ്റെ മഹനീയ സാന്നിധ്യം, അവൻ്റെ ശക്തി ഇതാ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും സ്വർഗം തുറന്ന് അവൻ്റെ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിന്നവരെല്ലാം ഏറ്റു പറഞ്ഞിട്ടുണ്ട്, ദൈവമേ അങ്ങ് പരിശുദ്ധൻ, അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ, അങ്ങ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. യെശയ്യാവ് യേശുവിൻ്റെ ജനനത്തെ മുൻകൂട്ടി 9-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വെച്ചു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലാണ്. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, അവൻ സർവശക്തനാണ്. ഇതാ നിന്റെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അവൻ വന്നു നിൽക്കുകയാണ്. നിന്റെ ഹൃദയം കൊണ്ട് അവനോട് പറയുക: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈ പ്രശ്നങ്ങളിൽ നീ എനിക്ക് മതിയായവനാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഹൃദയം ഉയർത്തി കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് മാലാഖമാർ നെടുമ്പാടും വീണ് ആരാധിക്കുന്ന പരമപരിശുദ്ധന്റെ സാന്നിധ്യം, സൗഖ്യം, വിടുതൽ നിന്റെ കുടുംബങ്ങളിലേക്ക്, നിന്റെ തലമുറകളിലേക്ക് ഈ രാത്രിയിൽ ഒഴുകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അഹ്റോനും മോശയും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദിനംതോറും ആത്മശക്തി ഇസ്രായേൽ കൂടാരമടിച്ചിരുന്ന ഇസ്രായേലിലെ 10,000ങ്ങളിലേക്ക് ഓരോ ആരാധനക്കിടയിലും പ്രവഹിച്ചു കൊണ്ടിരുന്നു. നീ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, നിന്റെ സമൂഹത്തിൻ്റെ മേൽ, നിന്റെ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും നീ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഒരു മേഘം എന്ന വണ്ണം ഈ രാത്രി ഇറങ്ങുകയായി വിശ്വസിക്കുക. ഒരുപക്ഷെ വിദേശത്തായ നിന്റെ കുഞ്ഞിനെ ഓർത്ത് നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഈ രാത്രിയിൽ ഇതാ ദൈവ സാന്നിധ്യം ആ പരിശുദ്ധനെ ആരാധിക്കുമ്പോൾ കടന്നു വരികയാണ്. നമുക്ക് ആരാധിക്കാം, ചേർന്ന് ആരാധിക്കാം, ചേർന്ന് ആരാധിക്കാം. സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാം നായകനേ
വന്ദിതനാം ദായകനെ, സൗഖ്യത്തിൻ ദായകനെ, കർത്താദി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. രണ്ട് കരങ്ങളെയും ഉയർത്തി പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. സ്വതന്ത്രമായി കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവശക്തി പരിവർത്തിക്കുന്നു. ദൈവ ചൈതന്യം കുടുംബങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകുന്നു. ഓ സ്തോത്രം. ആരാധന, ആരാധന. കരങ്ങൾ താഴ്ത്തി അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. Glory. അവനെന്റെ ശൈലവും എന്റെ എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം. ഓ എൻ സ്തോത്രം. പാറയാകുന്നവൻ, പരിചയാകുന്നവൻ, പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. ഓ ഗ്ലോറി. പാറയാകുന്നവൻ, പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. രണ്ട് കരങ്ങൾ ഉയർത്തി, രണ്ട് കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി മാലാഖമാരോട് ചേർന്ന് വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. യേശയ്യാ ദീർഘദർശി അവനൊരു വലിയ ദർശനം കണ്ടു. മാലാഖമാർ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നു. രണ്ട് ചിറകുകൾ കൊണ്ട് മുഖം മറച്ച്, രണ്ട് ചിറകുകൾ കൊണ്ട് പാദങ്ങൾ മറച്ച്, രണ്ട് ചിറകുകൾ പറക്കാൻ ഉപയോഗിച്ച് അവ പരസ്പരം ഉദ്ഘോഷിച്ചു. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ. അതേ പരിശുദ്ധനായവൻ ഈ ആലയത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ കുടുംബങ്ങളിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. രണ്ട് കരങ്ങളെ ഉയർത്തി അവനെ ഒന്ന് ആരാധിക്കാം, അവനെ ഒന്ന് വാഴ്ത്താം. യേശുവേ, ഓ ഗ്ലോറി, ഓ ഗ്ലോറി. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധി, അഭിഷേകം, ശക്തി നിറയുന്നു, കഴിയുന്നു. ഓ സ്തോത്രം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൻഹിതം പോലെന്നെ നടക്കണേ. പോകേണ്ട വഴി പോകേണ്ട വഴി എന്നെ കാണിക്കണേ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഹിതം പോലെന്നെ നടത്തണേ. പോകേണ്ട വഴി പോകേണ്ട വഴി എന്നെ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും
രണ്ട് കരങ്ങളെയും ഉയർത്തി, രണ്ട് കരങ്ങളെയും ഉയർത്തി യേശുവിനെ സ്നേഹിച്ച് യേശുവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുക. അവൻ നിനക്ക് മതിയായവനാണ്. ഈ രാത്രി നിന്റെ വിമോചനത്തിന്റെ രാത്രിയാണ്. ഈ രാത്രി നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. നിന്റെ തലമുറകളിലേക്ക് ദൈവശക്തി പകരപ്പെടുന്നു. ശാപക്കെട്ട് അഴിയുന്നു. പാപത്തിന്റെ സ്വാധീനങ്ങൾ അകലുന്നു. ആരാധന വിടുതൽ നിറയുന്നു. കരങ്ങളെത്തി ഹല്ലേലൂയ. യേശുവേ, ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച് പരമപരിശുദ്ധനായവൻ ഇതാ വലിയ മഹത്വത്തോടെ നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെ വീണ്ടും അവനായി രാത്രിയിൽ സമർപ്പിച്ചു കൊടുക്കുക. ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേക്കായി അങ്ങയുടെ ഹിതത്തിനായി എൻ്റെ ജീവിതത്തെ ഈ രാത്രിയിൽ വീണ്ടും ഏൽപ്പിച്ചു തരികയാണ്. പരിശുദ്ധനെ, രാജാവേ, അങ്ങേ വാഴ്ത്തുന്നിതാ. ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. മാലാഖമാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് ഒരു നിമിഷം പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനെ, രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. ദൈവമേ, ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. കർത്താവേ, അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ മേൽ ഇറക്കിയതിനായി, ഞങ്ങളെ വിടുവിച്ചതിനായി, ഞങ്ങളെ സന്ദർശിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന എല്ലാ മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കട്ടെ.